കിളിയെ ഉന്നം വെക്കുക. എന്നിട്ട് കിളി ഇപ്പൊ എന്നാക്കെ ചെയ്യുന്നു? സോപ്പ് തേച്ചോണ്ടിരിക്കുക. അപ്പൊ കിളിയല്ല ഉന്നം, കുളിയാണ്. നീ വല്ല ഡയലോഗ് എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞ കേട്ടോ. പിന്നെ എടാ ഞാനൊരു അമ്പയത്തിന്റെ കോച്ചാണെന്ന കാര്യം നീ ഓർമ്മിക്കണം. നിങ്ങൾ എന്നെ അറിഞ്ഞിട്ട് ഈ അമ്പയത്തിന്റെ കോച്ച് അയക്കണം. എടാ എല്ലാം അറിഞ്ഞിട്ടാണോ എല്ലാരും വന്ന് ഇതെല്ലാം പഠിപ്പിക്കണത്? ആണോ? അറിയാമോ? നീ നോക്കിയിരിക്കാൻ വാമപ്പ് ചെയ്ത്. ഹലോ 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 എക്സ്ക്യൂസ് മീ, ഇതിൽ ആരാ കൊച്ചാരാണ്? ഇതിൽ കൊച്ചില്ല, ഞങ്ങൾ രണ്ടുപേരും മൂത്തതാ. അയ്യോ അതല്ല ചോദിച്ചത്, ഇതിൽ ഈ അമ്പയത്ത് പഠിപ്പിക്കുന്ന കോച്ച് ആരാണ്? അത് കോച്ച് അതെ. ദീർഘം കയറ്റി പറയണം, ഇല്ലേ സംഭവം കൈവിട്ടു. ആണാണ് കോച്ച്, ഇതെന്റെ സഹായി ടിറ്റോ. ഓക്കെ, അപ്പളേ ഇനി എത്രയും വേഗം സമയം കളയാതെ പെട്ടെന്ന് അമ്പയത്ത് പഠിപ്പിക്കൂ. എന്റെ പൊന്നു സുഹൃത്തെ, അങ്ങനെ പെട്ടെന്ന് പഠിക്കാനോ പഠിപ്പിക്കാനോ പറ്റുന്ന ഒരു സംഭവമല്ല അമ്പയത്ത്. ആണോ? നിനക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് എനിക്ക് ആദ്യം തിരിച്ചറിയണം. എനിക്ക് യോഗ്യത ഉണ്ട്. അത് നീ അങ്ങ് പറഞ്ഞാൽ മതിയോ? എനിക്ക് ചില ടെസ്റ്റുകളുണ്ട്, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയണം. അത് ഓക്കെ ആണെങ്കിൽ നിന്നെ ഞാൻ പഠിപ്പിക്കും. ഞാൻ പറഞ്ഞിരിക്കും, ചോദിച്ചോ. ക്വസ്റ്റ്യൻ നമ്പർ 1, ഒരു അമ്പയത്തുകാരന് ആദ്യം വേണ്ടത് എന്താണ്? സൂക്ഷ്മദൃഷ്ടി. എന്നാ നീ സൂചി കൂടെ നൂല് കോർക്കാൻ വന്നേക്കോണോ? മറിഞ്ഞോട്ടും കേട്ട് പഠിച്ചോണം. ടിറ്റോ പറഞ്ഞു കൊടുക്കൂ, ഒരു അമ്പയത്തുകാരന് ആദ്യം വേണ്ടത് എന്താണ്? അതെന്താ സാധനം? പേരെഴുതിയ ജേഴ്സി. പേരില്ലാത്ത ജേഴ്സി ഇട്ടാ നീ അമ്പ് വിടത്തില്ലേ? ഇന്നൊരു ഒരുത്തനാണല്ലോ ഞാൻ കൂടെ കൊണ്ടു നടന്നത്. കേട്ട് പഠിച്ചോണം. എന്റെ പ്രഥമ ശിഷ്യൻ ജീവ ഇവിടെ ഇരിപ്പുണ്ട്. അടുത്ത ഒളിമ്പിക്സിനുള്ള മെഡൽ ഞാൻ പുള്ളിയിലാണ് പ്രതീക്ഷിക്കുന്നത്. ആണോന്ന് പുള്ളിനെ കുറിച്ച് അറിയില്ലേ? ഇല്ല. നിങ്ങൾ കണ്ടിട്ട് കേട്ടിട്ടൊന്നുമില്ലേ? ഇല്ല. എടാ ലവ് ചിഹ്നത്തിനാകും വഴി ഒരു അമ്പ് കയറി പോണുണ്ടോ? അത് വിട്ട ആള് പുള്ളിയാ. ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ട്, അറിയാൻ മേലായിരുന്നു. അത് പുള്ളി പബ്ലിസിറ്റി ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഇപ്പൊ കേട്ടു, ഒരു അമ്പയത്തുകാരൻ ആദ്യം വേണ്ടത് എന്താണ്? പെട്ടെന്ന് തീരുമാനം എടുക്കാനുള്ള കഴിവ്. ബീവറേജ് എന്ന് കൈയിട്ടപ്പോ ചോദിച്ച സാധനം ഇല്ല, പെട്ടെന്ന് തീരുമാനം എടുക്കാൻ ഏതാണ്? അതാണോ ഉദ്ദേശിച്ചത്? ഈ വെളിവില്ലാത്തവനെയാണല്ലോ ഞാൻ ബൂസ്റ്റ് ചെയ്തത്. മിണ്ടണ്ട, ഞാനിത് ഡീൽ ചെയ്തോളാം കേട്ടോ. ഒരു അമ്പയത്തുകാരൻ ആദ്യം വേണ്ടത് നല്ല മൊനയുള്ള അമ്പ്. അല്ല ചുമ്മാ വില്ലും കൊലപ്പിച്ച് അമ്പങ്ങ് പോയല്ല, അമ്പ് വേണം കയ്യിൽ. ഭയങ്കര ബ്രില്യൻസ്. ഇടാ തന്നെയല്ല, നീ ആദ്യം പഠിക്കാൻ വന്നല്ലേ. നമ്മൾ കായിക തരംഗങ്ങൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്താണ്? ഫുഡ് നമ്മൾ കൺട്രോൾ ആയിരിക്കണം. ചുമ്മാ വാരി വലിച്ച് കഴിക്കാൻ പാടില്ല. പാടില്ല. കപ്പയും ബോട്ടിയും കഴിക്കാലോ. ഒളിമ്പിക്സിന് പോണ നീയാണോ കപ്പയും ബോട്ടിയും കഴിക്കാൻ പോണില്ല? തട്ടുകളിലൊക്കെ കപ്പയും ബോട്ടിയും കഴിച്ചിട്ട് വയറ് കംപ്ലൈന്റ് ആയാൽ ഒളിമ്പിക്സിൽ അമ്പ് വലിച്ചിങ്ങനെ പിടിച്ചാൽ വിടാൻ പറ്റത്തില്ല. മനസ്സിലായോ? പല വഴിക്കും പല അമ്പും പോകും. കായിക താരം കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്രീം ബിസ്ക്കറ്റ് പ്രത്യേകിച്ച് പറയാൻ വേണ്ട. ഒള്ളി ആരോ റൂട്ട്. ആരോ റൂട്ടോ? എടാ അമ്പയത്തല്ലേ ആരോ, ആ റൂട്ടിൽ വേണം പിടിക്കാൻ. അപ്പൊ കോച്ച് ഇത്രയും നാളെ ഈ ബിസ്ക്കറ്റ് കഴിച്ചാണ് പിടിച്ചിരുന്നത്? കോച്ചിന്റെ വീട്ടിൽ മിക്കവാറും നോണല്ലേ? നോണാണോ? പിന്നെ കോച്ച് അമ്പെടുത്ത് വിട്ടോ അന്ന് ആ വീട്ടിൽ നോണാണല്ലേ? സത്യമായിട്ട് ഇന്നലെ അമ്പെടുത്ത് വിട്ടു, ഇന്ന് മട്ടൻ കറിയാണ് ഇവിടെ. നീയാക്കി ഇതെന്തെങ്കിലും അവനോട് പറയുന്നത്? പിന്നെ രാഘവൻ ചേട്ടൻ ആടിനെ അമ്പത് കൊല്ലത് ഞാൻ പറയണ്ടേ? അതിനുള്ള പൈസ ഞാൻ നാളെ കൊടുത്തോളാം. അത് കൊടുത്തു. അതിന്റെ കൂട്ടത്തിൽ 2 ദിവസം മുന്നേ കൊന്ന കോഴിയുടെ പൈസ കൊണ്ട് കൊടുക്കണം അമ്മണി ചേച്ചിയുടെ. നിങ്ങൾ എന്താണ് ഈ കുസൂചിപ്പ്? എന്താണ് അവൻ പറയട്ടില്ല? അവൻ ഇപ്പൊ അമ്പയത്ത് പഠിക്കണമെന്ന്. കണ്ണു മിഴിക്കേണ്ട, നിന്നെ ഞാൻ പഠിപ്പിക്കുകയല്ല. അവരിൽ എനിക്കൊരു മെഡൽ പ്രതീക്ഷയുണ്ട്, ഒരു ഒളിമ്പിക്സ് മെഡൽ പ്രതീക്ഷ. ഒളിമ്പിക്സിൽ എന്നെ പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. അതിനെ പെട്ടെന്ന് എന്നിലൊരു പ്രതീക്ഷ. നിന്റെ പേരെന്നാന്ന്? പ്രതീക്ഷ. പ്രതീക്ഷ. അതിലൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അത് ഞാൻ പിടിക്കും. ആ പ്രതീക്ഷ എനിക്കുണ്ട്. കോച്ച് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കോച്ച് സത്യത്തിൽ ഈ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ടോ? ചോദിച്ച കേട്ടില്ലടാ? ഞാൻ കേട്ടു. നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? 1982 ഒളിമ്പിക്സ് അമേരിക്കയിലാണോ ഗ്രീസിലാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഗ്രീസിലായിരിക്കും. അതിനാ നിന്നോ നന്നായിട്ട് വഴുക്കുന്നുണ്ട്. ഗ്രീസിൽ. ആ ഗ്രീസ് ഒളിമ്പിക്സിൽ ഞാൻ ഇവിടെ അമ്പയത്തിനായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് ഗുസ്തി പിടിച്ചാ തിരിഞ്ഞു വന്നത്. നിങ്ങൾ എന്തിനാണ് ഗുസ്തി പിടിക്കാൻ വേണ്ടി പോയി? നിങ്ങൾ അമ്പയത്തിനല്ലേ പോയേ? അപ്പൊ പിന്നെ അമ്പല്ലേ ചെയ്യേണ്ടത്? വെളിവില്ലാത്തവനെ, ഞാൻ ഇവിടുന്ന് അമ്പയത്തിനായിട്ട് പോയി. അവിടെ ചെന്നപ്പോ റൂമില്ല, റൂം എടുക്കാൻ വേണ്ടി ഗുസ്തി. പിന്നെ അത് കഴിഞ്ഞ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോ അതിന് ടോക്കന് വേണ്ടി ഗുസ്തി. പിന്നെ വൈകിട്ട് തന്നെ അടിക്കാൻ ബ്യൂറേ ചെന്നപ്പോ അവിടെ ഗുസ്തിയോട് ഗുസ്തി. എന്നിട്ട് പറയുന്നു അവിടെ പോയിട്ട് ഇവിടെ വന്നവരെ ഗുസ്തിയോട് ഗുസ്തിയായിരുന്നു. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചത്, നിങ്ങൾക്ക് ഗുസ്തിക്ക് പങ്കെടുക്കാൻ പോയ പറയാറുണ്ട്? മതിയായിരുന്നത് അവിടെ ചെന്നപ്പോഴല്ലേ പിടികിട്ടിയത്. പിന്നെ വേറെ സംഭവമുണ്ട്. ഞാൻ അമ്പയത്തിനുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഒന്ന് വിറക്കും, ഒന്ന് ഞെട്ടും. അതുകൊണ്ടൊന്നുമല്ല, ഈ പുള്ളി എങ്ങോട്ടാണ് അമ്പത് പോലും അറിയത്തില്ല സത്യമായിട്ട്. അതെന്നെ അവന്മാർ ഒരു അമ്പ് വിടുമ്പോ ഞാൻ 3 അമ്പ് വിടും. എന്റെ അവനാട് ഇഷ്ടം പോലെ അമ്പുണ്ടല്ലോ, എനിക്ക് വിടാമല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് തന്നെയല്ല,
ഒളിമ്പിക്സിന് പോയ ഒരു രസം എന്റർടൈൻമെന്റാ. അതിനാണ്? അതായത് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സിന് തലേ ദിവസം ആ. ഒരു സൗഹൃദ മത്സരമുണ്ട്. അതായത് നമ്മുടെ ഫുട്ബോളിന്റെ ഒക്കെ സൗഹൃദ മത്സരം പോലെ സെയിം ഞങ്ങൾ അമ്പലത്തിൽ ഞങ്ങൾ ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു സൗഹൃദ സൗഹൃദ മത്സരം. മത്സരം. അതെങ്ങനെയാണ്? കഴിഞ്ഞ ഒളിമ്പിക്സിന് ആ. ഞാന് ജപ്പാൻകാരൻ, അമേരിക്കക്കാരൻ, ഓസ്ട്രേലിയക്കാരൻ ഞങ്ങളെല്ലാം കൂടെ ഒളിമ്പിക്സിന്റെ അമ്പലത്തിന്റെ തലേദിവസം ഒരു 7 മണിയോട് കൂടി അങ്ങ് ഒത്തുകൂടി. എന്നിട്ട്? ഏ? എന്നിട്ട് ഒരു ആവനാഴി പൊട്ടിച്ചങ്ങ് വെച്ചു. അവനായി പൊട്ടിച്ചു അതിനാണ് അവനായി പൊട്ടിച്ചു വെക്കണേ. എടാ വിദേശത്തൊക്കെ ആവനാഴി അമ്പു എന്നെ സീൽ ചെയ്താ അത് പൊട്ടിക്കാതെ അമ്പെടുക്കാൻ പറ്റും. ഇത് പൊട്ടിച്ചങ്ങ് വെച്ചതും ജപ്പാൻ കയറി ഒരു ഒരൊറ്റ വീട്. ജപ്പാൻ ഭയങ്കര സ്പീഡാണ്, പ്രതീക്ഷിക്കാത്ത സമയത്ത് കയറിയ ആ പൊട്ടിച്ച വഴി അവൻ വിട്ടു. ഇത് കണ്ടപ്പോ ആസ്ട്രേലിയക്കാരൻ ഫ്ലെമിങ് അവൻ ഇത് കണ്ടപ്പോ സഹിച്ചില്ല, അവൻ ചാടി 2 അമ്പ് വിട്ടു. ഡേഞ്ചറാണ് എനിക്കറിയാം. ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി ഇത് നമ്മുടെ കൈവിട്ട് പോകും, നമ്മുടെ നിലവാരം തകരും, നോക്കി നിൽക്കാൻ പറ്റുമോ? ഒട്ടും ഞാൻ ചാടിക്കറി 3 അമ്പങ്ക് വിട്ടു. 3 അമ്പ് വിട്ടപ്പോ നമ്മൾ ഈ ആഘോഷത്തിൽ നിൽക്കുമല്ലേ, അമേരിക്കക്കാരൻ ഗിൽബർട്ട് അവൻ ഞങ്ങളെ വെട്ടിച്ച് 4 അമ്പ് വിട്ടു. എനിക്ക് വിശ്വസിക്കാൻ പാടില്ല. എന്നാ വിടിയില്ല അവൻ. ഉയ്യോ, അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കേസല്ല ഇത്. ഞാൻ പയ്യെ നോട്ട് നോക്കിയപ്പോ അവനാടിന്റെ മൂട്ടി 1.5 അമ്പ് കഷ്ടിച്ചുണ്ടാവും. അവനായിയുടെ മൂട്ടില് 1.5 അമ്പോ? 1.5 അമ്പ്? അരയമ്പായിട്ട് ഒരമ്പ് ഒടിഞ്ഞിട്ട് പകുതിയുള്ളു, പകുതി എങ്ങോണ്ടോ. അപ്പൊ ഈ അരമ്പൊക്കെ വിടുവോ? പിന്നെ നിവൃത്തിയില്ല അരമ്പൊക്കെ. ഞാൻ എന്നാ ഇത് ആ 1.5 അമ്പ് ഡ്രൈ ആയിട്ട് അങ്ങ് വിട്ടു. ഡ്രൈ ആയിട്ട് അമ്പ് വിട്ടെന്ന് പറഞ്ഞാ? എടാ അമ്പ് വിടുമ്പോ ഒരു പൗഡർ മുക്കി ഇങ്ങനെ പിടിച്ചിട്ട് ഗ്രിപ്പിന് വേണ്ടി വന്നു. അന്ന് പൗഡർ ഇല്ലാതെ ഡ്രൈ ആയിട്ട് പിന്നല്ല. പിന്നെ വേറൊരു വിഷയമുണ്ട്, ഈ സൗഹൃദ മത്സരം കഴിഞ്ഞ് തീരാറാകുമ്പോ ഞങ്ങളെല്ലാം കൂടെ ഒരു ലവ് അമ്പ് വിടിയിലുണ്ട്. അമ്പില് ലവ് അമ്പോ? ലവ് അമ്പ് എന്ന് പറയുമ്പോ എല്ലാരും കൂടി ഒരമ്പങ്ങ് വിടും, അതാണ് ലവ് അമ്പ്. പിന്നെ വേറെ സംഭവമുണ്ട്, ഈ സൗഹൃദ മത്സരം കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വെട്ടി പൊളക്കണ തലവേദന. അമ്പ് വിട്ട തലവേദന എടുക്കുവോ? പിന്നെ തലവേദന അടിക്കല്. അമ്പ വിട്ട് പുറത്ത് തലവേദന ബ്രാൻഡ് മാറി അമ്പ് വിട്ടാ പിന്നെ തലവേദന. ബ്രാൻഡ് ഉണ്ടോ? ഒത്തിരി ബ്രാൻഡ് ഉണ്ട്, ഒരുപാട് ബ്രാൻഡ് ഉണ്ട്. പിന്നെ ഇവിടത്തെ ബ്രാൻഡ് അവിടെ കിട്ടത്തില്ല, അപ്പൊ കിട്ടുന്ന ബ്രാൻഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ചാത്തൻ ബ്രാൻഡാണ് പറയേണ്ട. അമ്പില് ചാത്തൻ ബ്രാൻഡ് അങ്ങനെ അമ്പുണ്ടോ? ചെറു ചോരയുടെ കളറുള്ള ചാത്തൻ അമ്പുണ്ട്, അത് അടിച്ചാലുണ്ടല്ലോ ഒരു രക്ഷയില്ല. പിന്നെ കുളിച്ചെഴുന്നേറ്റ് വന്ന ഒരു 2 നല്ല അമ്പ് അങ്ങ് വിടും, അതോടെ ലെവലാകും. ഞാൻ പിന്നെ വേറെ കാര്യം ചോദിക്കാൻ വന്നത്, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എന്നതാടാ? ഞാൻ ഇങ്ങനെ ഒരു അമ്പ് വിട്ട് കഴിയുമ്പോ അമ്പ് കുറച്ച് ദൂരം ചെല്ലുമ്പോ 10 അമ്പായിട്ട് പോകണം, പിന്നെ 100 അമ്പായിട്ട് പോകണം, പിന്നെ 200 അമ്പായിട്ട് പോകണം. പ്രതീക്ഷേ, ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന അമ്പെയ്ത്താണ്, അല്ലാതെ ഗ്രാഫിക്സ് അല്ല, മനസ്സിലായോ? പിന്നെ ചില കാര്യങ്ങളൊക്കെ പറ്റുമോ? എന്നെപ്പോലുള്ള ഇതൊരു തപസ്യായി എടുത്തിട്ട് പറ്റൂലേ? എനിക്ക് പറ്റാത്ത കേസില്ലല്ലോ, ഞാൻ നിന്റെ ഉസ്താദല്ലേ. പിന്നെ ഞാൻ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് വൈഫ് വിളിക്കും ഇവിടെ പ്രാക്ടീസ് നിൽക്കുമ്പോ, ചേട്ടാ ഉച്ചയ്ക്ക് കറി വെക്കാൻ പച്ചക്കറിയൊന്നുമില്ല, കുറച്ച് സാമ്പാർ കിറ്റ് മേടിച്ചിട്ട് വരാവോ? എനിക്കൊന്ന് പോകാൻ സമയമുണ്ടോ? ഒന്ന് നോക്കിയാലും ഞാൻ ആവുന്ന നല്ലൊരു അമ്പ് നോക്കിയെടുത്ത് ഒരൊറ്റ വിടിയില്ല. ഈ അമ്പ് ചെന്ന് പച്ചക്കറിയും മേടിച്ച് വീട്ടിൽ കൊണ്ട് കൊടുത്ത യൂട്ടേൺ എടുത്ത് തിരിച്ച് ഇവിടെ വരും. ഞാൻ ചോദിച്ചോട്ടെ, അമ്പാണോ അതോ ഓട്ടോയാണോ? ഓട്ടോ. നിങ്ങളല്ലേ കോച്ചല്ലേ ഇപ്പൊ പറഞ്ഞത്? ഓട്ടോ എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഓട്ടോമാറ്റിക്കും സൈലന്റ് ആയിരുന്നു. ഓട്ടോമാറ്റിക് ആകുമ്പോ അതാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതാണ് ഇങ്ങനെ പിന്നല്ലാതെ കോച്ചെ എനിക്കൊരു ആഗ്രഹം, എന്താണ്? ഈ തല കുത്തി നമ്പൂടാൻ പറ്റുമോ? നിനക്കൊരു നിവൃത്തിയില്ലല്ലേ, തല കുത്തി കയ്യിലുള്ള അമ്പ് നേരെ വിടാൻ നോക്കാം, എന്നിട്ടല്ലേ തല കുത്തി നമ്പ് വിടാം. അല്ല ഇവൻ പറഞ്ഞല്ലോ അപ്പൊ കോച്ച് തല കുത്തി നമ്പ് വിടും. ഞാൻ ഇങ്ങനെ പല പരിപാടിയും കാണിക്കും. ഞാൻ പണ്ടൊരു അമ്പ് വിട്ടിട്ട് ഇപ്പോഴും അത് എവിടെയൊന്നും ഒരു പിടുത്തമില്ല. ആര് പറഞ്ഞു? ആ അമ്പിന്റെ ഒരു ചായയുള്ള ഒരു കൊച്ചമ്പ് ഇപ്പോഴും ആ തൃശ്ശൂർ അംഗനവാടി പഠിച്ചോണ്ട്. ഇതെന്താണ് എന്തൊക്കെയാ പറഞ്ഞത്? എന്തൊക്കെ നീ എന്റെ വീഡിയോയിൽ കണ്ടിട്ടില്ല, അതാണ് നിന്റെ പ്രശ്നം. കണ്ടിട്ടില്ല, കേട്ടോണ്ടിരിക്കുവല്ലേ. മോനെ വെച്ച് സംസാരിക്കണം. ഈ അമ്പിന് മോനെ ഉണ്ടല്ലോ, അതാണ്. അതായിരിക്കും. അതെ, ഒരു വഴി നിന്നെ കുറിച്ച് എന്റെ ശിഷ്യം പഠിപ്പിക്കും. ഞാൻ പോയി 50 വിട്ടിട്ട് വരാം. 50 വിട്ടിട്ട് വരാന്നോ? 50? നിങ്ങളല്ലേ പറഞ്ഞ 50 വിട്ടിട്ട് വരാം? പറഞ്ഞില്ലേ അങ്ങനെ? എടാ 50 അല്ല, ഞാൻ പോയി 1 വിട്ടിട്ട് വരാം. ഇപ്പൊ എന്തിനാണ് ഉച്ചക്ക് 50 വിടുന്നത്? എന്തിനാണ്? എനിക്ക് ഊണ് മുമ്പ് 1 വിടണം, അതോ എനിക്ക് വരൂ. ഇതാണ് വില്ലൻ, ഇതാണ് അമ്പ്. അയ്യോ എനിക്കറിയാം, ഞാൻ TV കണ്ടിട്ടുണ്ട്. കോച്ചേ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? ഒരു ആവനാടിയിൽ എത്ര അമ്പ് കാണും കോച്ചെ? ഉള്ളാണ് 12 ബെഗ്, പൈനാണ് 6 ബെഗ്. എന്നാ പറഞ്ഞേ? നീ പെഗിന്റെ കാര്യം പറഞ്ഞേ? കായിക താരങ്ങൾ മദ്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് അറിയാൻ പറ്റില്ലേ? ലഹരി വിമുക്തമാണ് കായിക താരങ്ങൾ, മനസ്സിലായോ? കോച്ച് ഇപ്പൊ പറഞ്ഞു 12 പെഗെന്ന്. പെട്ടെന്നാണോ ഞാൻ പറഞ്ഞത്? പിന്നെ
ഒരാവനാഴിയിൽ 12 അമ്പ്, ഒരു ഡസൻ അമ്പേ വരുള്ളൂ. അതാണ് പറഞ്ഞത്. കോച്ച ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഞാൻ നൈസായിട്ട് അമ്പ് വിട്ടോട്ടെ, പള്ളി പോയി പറഞ്ഞാൽ മതി. ഇതിനെ കളിക്കണമെങ്കിൽ നീ കാശ് മുടക്കി മേടിച്ചോണ്ട് വരണം. എന്റെ കാശ് മുടക്കി മേടിച്ച് കളിക്കാൻ പറ്റത്തില്ല. അവൻ ഇത് കുടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, അമ്പ് വിടണ കാര്യ പറഞ്ഞത്. ഞാനും അതന്നെ പറഞ്ഞത്. നിനക്ക് കമ്പ് വിടണമെന്ന് അങ്ങനെ ചാടിക്കറി അമ്പ് വിടാൻ പറ്റത്തില്ല. പിന്നെ നീ ഇങ്ങനെ വന്നതല്ലേ ഉള്ളൂ. അതോ അപ്പൊ അതിന് ചില രീതികളും കാര്യങ്ങളും ചടങ്ങുകളൊക്കെ ഉണ്ട്. എന്താണ് ചടങ്ങ്? എന്താ പറയൂ കേക്കട്ടെ. ദക്ഷിണ കാശിയ അത് പറ. അപ്പൊ ഇവിടെ സ്പോർട്സ് മാത്രമല്ല, ആർട്സും ഉണ്ട്, ക്ലാസിക്കൽ സംഗീതം. പറഞ്ഞു കൊടുക്കാൻ അതല്ലെന്ന്, പിന്നെ ദക്ഷിണ കാശിത. അയ്യോ ഞാൻ അത് മറന്നുപോയി. കൊണ്ടുവന്നിട്ടുണ്ട്. ക്ഷമിക്കണം കേട്ടോ. പിടിച്ചേ. വെറ്റില, അടയ്ക്ക, ആക്കിയോട്ടെ. അതുപോലെ തന്നെ വെള്ളി രൂപ. അപ്പൊ നിനക്ക് ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ മതിയോ? അങ്ങനെ ചോദിച്ചേ. വെള്ളി രൂപ വെച്ചുകൊണ്ട് ചോദിച്ചാ മാറ്റി തരാം. 500 നോട്ട്. ഇപ്പം ചെറിയ ഗോൾഡിന് സാധ്യതയുണ്ട്. 500 വെച്ച ഗോൾഡ് കിട്ടും. ഗോൾഡ് കിട്ടും. ഇവനെയൊക്കെ എങ്ങനെ ഒളിമ്പിക്സ് സെക്രട്ടറി ആര് വിടണം ഇവനെ? 500 രൂപ പിടിച്ച്. കഴിഞ്ഞ ദിവസം ഞാൻ 50 തന്ന കോഴിയുടെ ഉടമസ്ഥ മറ്റേ രമണിക്ക് കൊടുത്തേക്കണം. ആടിനെ പിന്നെ കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനേ ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താണ് ഇപ്പൊ ഈ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സമയത്തും ഇല്ലല്ലോ. എല്ലാ സമയത്തും അമ്പയത്ത് എപ്പോഴും ഉണ്ടോ? അമ്പയത്തെപ്പോഴും ഇല്ല. ഇല്ല. ആ മത്സര സമയത്ത് മാത്രമേ. അപ്പൊ ഈ ഓഫ് സീസണിൽ നിങ്ങൾ എന്നാ ചെയ്യണേ? എന്താണ് അതാ ഞാൻ ചോദിച്ചത്. ഓഫ് സീസണില് ചെയ്യണം. 1 2 3 4 ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ ചാരുത്ത താരുണ്യ ഇതെന്താണ് സംഭവം? എന്താണ് അമ്പയത്ത് പഠിപ്പിക്കുന്ന ഇതെന്താ സംഭവം? എന്താണ് എനിക്ക് മനസ്സിലായില്ല. ഇത് വിൽപ്പാട്ട്. അങ്ങനെ മൾട്ടിപർപ്പസ് എക്യുപ്മെന്റ്സ് ആണ് ഈ ഇരിക്കുന്നത്. മനസ്സിലായില്ല. അങ്ങോട്ട് വെച്ചാൽ ആർട്സ്, ഇങ്ങോട്ട് വെച്ചാൽ സ്പോർട്സ്. എന്ന് വെച്ചാ അങ്ങോട്ട് വെച്ചാൽ അമ്പയത്ത്, ഇങ്ങോട്ട് വെച്ചാൽ വിൽപ്പാട്ട്. എന്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നൊരു കലയാണിത്. അച്ഛൻ വിൽപ്പാട്ടാണോ? അച്ഛൻ വിൽപ്പാട്ടൊന്നുമില്ല, അച്ഛൻ ഐറ്റം വേറെ. അത് പ്രവേശനൊരു പരിപാടിയല്ല. ഐറ്റം വേറെ, അത് ഇത് ഐറ്റം വേറെ, ഇത് അച്ഛൻ ഐറ്റം വേറെ. അച്ഛനെ കുറിച്ച് പറഞ്ഞു. അച്ഛനെ കുറിച്ച് അച്ഛനെ വീട്ടിലൊന്നും വന്നാൽ കാണാൻ പറ്റത്തില്ല. ഫുൾ ടൈം ആറ്റിലായിരിക്കും. ആറ്റിമീനാണോ അച്ഛൻ? എന്റെ അച്ഛൻ നീന്തൽ താരമായിരുന്നു. ഒളിമ്പ്യനാഥം. നീന്തൽ താരാണോ? പിന്നെ അച്ഛൻ നീന്തൽ മത്സരത്തിന് ഇറങ്ങിയാൽ ഗോൾഡും കൊണ്ടേ വരും. ഇറങ്ങില്ലെങ്കിൽ ഗോൾഡും കൊണ്ടേ പോകും. അമ്മയുടെ കഴുത്തൊക്കെ ഇറങ്ങണ ഗോൾഡും പറിച്ചിട്ട് പോകും. എവിടെയെങ്കിലും പണയം വെക്കും. എനിക്ക് മനസ്സിലായില്ല എന്താ പറയണേ. എങ്ങോട്ട് ഞാൻ ഗോൾഡ്. അച്ഛനെ കുറിച്ച് പറഞ്ഞല്ലേ. എടാ അച്ഛനെന്ന് പറഞ്ഞാൽ 1987 ഒളിമ്പിക്സ്. 87 ഒളിമ്പിക്സ് ഇല്ലല്ലോ. ഇല്ലേ? ഇല്ലില്ല. അന്നാ 1988 ഒളിമ്പിക്സ്. 88 ഒളിമ്പിക്സ് ഇല്ല. നീ പറ ഏതില്ല ഒളിമ്പിക്സ്? 89 ഒളിമ്പിക്സ്. 89 വിട്ടു തന്നിരിക്കുന്നു. 89 അമേരിക്കയിലെ ഒളിമ്പിക്സ്. അമേരിക്കയിലല്ല 89 ഒളിമ്പിക്സ്, റഷ്യയിലാണ്. ശരി, വർഷവും രാജ്യവും നിനക്ക് തന്നിരിക്കുന്നു. കഥ ഞാൻ പറയും. അതെയോ? കഥ ഞാൻ പറയും. അതെന്റെ അവകാശം ഞാൻ പറയും. അമേരിക്കൻ ഒളിമ്പിക്സിൽ അച്ഛൻ നീന്തലല്ലേ? പിന്നെ നീന്തൽ താരമല്ലേ? നീന്തൽ താരം അച്ഛൻ നീന്തലിന് പേര് കൊടുത്തു. സമയമായപ്പോൾ അച്ഛൻ ഉടനെ എണ്ണയും സോപ്പ് കൊടുത്തങ്ങ് ഇറങ്ങി. സോപ്പ് കേട്ടോ? എണ്ണയോ? അതറിയാം. എണ്ണയല്ലെന്ന്. പിന്നെ എണ്ണയും കൂട്ടി സൂട്ട് വിട്ടങ്ങോട്ട് ഇറങ്ങി. നീന്തൽ സ്യൂട്ട്, സ്വിമ്മിംഗ് സൂട്ട് വിട്ട് ഇറങ്ങി. നീന്തൽ കുളത്തിന്റെ കരയിൽ ചെന്നപ്പോ ആരൊക്കെ അവിടെ മത്സരിക്കുന്ന രാജ്യക്കാർ? ആരൊക്കെയാണ്? ഉസ്ബെക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, സ്ലൊവാക്യ, സ്ലൊവേനിയ, എന്റെ ചെക്കോസ്ലോവേക്യ, ഇങ്ങനെ പറഞ്ഞാൽ തെറ്റുന്ന സകല രാജ്യക്കാരോട്. എല്ലാം പുലികള്. അപ്പൊ അച്ഛനോ? അച്ഛൻ സിംഹല്ലേ? ആദ്യത്തെ ഫിസിലിന് ഡൈവിംഗ് ഉണ്ടല്ലോ സ്വിമ്മിംഗ് പൂളിലേക്ക്. ആ ഡൈവിംഗ് എന്ന് അച്ഛൻ അപാര ഡൈവിംഗ് ആണ്. അച്ഛൻ ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാരും കടത്തിവിട്ടു. അന്ന് മത്സരത്തിന് ഫസ്റ്റ് വിസിൽ കൊടുത്തു. ആ കാണികളുടെ ഹർഷാരവം. അച്ഛൻ ഒറ്റ ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ ഇതേവരെ ചെയ്യാത്ത ഡൈവിംഗ് അച്ഛൻ. എന്നെ ഭയങ്കര ഡൈവിംഗ്. അപ്പൊ ഞാൻ ഉറപ്പിച്ചു ഇത് ഗോൾഡ് മാത്രമല്ല റെക്കോർഡും തകർത്തിട്ട് അച്ഛൻ വരും. ഞാൻ ഓടി ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോയി. അച്ഛൻ കയറി വരുമ്പോ തലയും തുറത്തി രാഷ്ട്രാതി ഇട്ട് കൊടുക്കണ്ടേ? അതിന്റെ പനി പിടിക്കും പുള്ളി. ഞാൻ ഫിനിഷിംഗ് പോയിന്റിൽ ചെന്ന് ഇങ്ങനെ അച്ഛൻ വന്നം നോക്കി നിൽക്കുക. എന്റെ പ്രതീക്ഷ ഈ പറഞ്ഞാൽ തിരിയാലത്തെ സകല രാജ്യക്കാരും നീന്തി കയറിപ്പോയി. പറഞ്ഞാൽ തിരിയുന്ന ശ്രീലങ്കക്കാരൻ റിസീവ്സ് വരെ മലമ്പോട്ട് വിട്ട് കയറിപ്പോയി. ഈ പുള്ളിക്കാരനെ മാത്രം കാണുന്നില്ല. എനിക്കറിയാമോ അങ്ങനെ അപ്പായി പോയി. ഞാൻ ഓടിപ്പോയി ഒളിമ്പിക്സ് കമ്മിറ്റി അപേക്ഷ കൊടുത്തു. ഒരാൾ ചാടിയിട്ട് വന്നിട്ടില്ല. എവിടെയെങ്കിലും ചെന്ന് കണ്ടുപിടിച്ച് തന്നെ ഉണ്ട്. ഉടനെ കമ്മിറ്റി കൂടി 14 മോട്ടർ കൊണ്ടുവന്ന് വെച്ച് സ്വിമ്മിംഗ് പൂളങ്ങ് പറ്റിച്ചു നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്താണ്? ഈ തന്തപ്പടി ആ ചാടിയ ചാട്ടത്തിന്
താഴത്തെ ടൈലെ തല അടിച്ചത് ഇങ്ങനെ കിടക്കും. പിന്നെ ആംബുലൻസ് വിളിച്ച് അവിടുത്തെ ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. റഷ്യയിലൊക്കെ ജില്ലാ ഹോസ്പിറ്റലുണ്ട്, എല്ലായിടത്തും ജില്ലാ ഹോസ്പിറ്റലുണ്ട്. ഭാഗ്യായി. ആ അവിടെ കൊണ്ട് പിന്നെ ഒരു ഗുണമുണ്ടായി. ആ ചാട്ടം കൊണ്ട് ഒളിമ്പിക്സിനൊരു ഗുണമുണ്ടായി. ഒളിമ്പിക്സിന് എന്നെ ഗുണമുണ്ടായേ? ആ ചാടി ഇങ്ങനെ കിടന്നില്ലേ, ആ എംബ്ലം ആയിരുന്നു പിറ്റേ ഒളിമ്പിക്സിൽ ലോഗോ. ഒറ്റ ചാട്ടത്തിൽ ലോഗോ കയറി വ്യക്തിയാണ് എന്റെ അച്ഛൻ. അതെ, ഞാൻ നിങ്ങളുടെ കഥ കേട്ടോണ്ട് നിന്റെ കാര്യമില്ല. ഞാൻ നിങ്ങൾ ഇത് പഠിപ്പിക്കേണ്ടി ഒന്ന് പഠിപ്പിക്കും. എന്തോ പഠിപ്പിക്കണം. നീ ഇതെടുക്ക്, വിൽസ് എടുക്കൂ. വിൽസാ? ബംഗാളി ബീഡിയാണ് ഈ തരാം. ബംഗാളി വീഡിയോ അതാക്കാം. വിൽസ് ഞാൻ വലിക്കത്തില്ല. പുക വലിക്കുന്ന കാര്യമാണോ? ബംഗാളി ബീഡിയാണെങ്കിൽ നല്ല പുകയായിരിക്കും. ഈ സാധനം എടുക്കാനാ പറഞ്ഞത്. ഏത് സാധനം? ഇത് ഇരിക്കണം വില്ല്. വില്ല് ആദ്യം പറഞ്ഞപ്പോ വിൽസ് എന്നാ പറഞ്ഞത്. അത് പല്ലിന്റെ വിടവെള്ളം കൊണ്ട് കയറി വന്നതാണ്. നീ അത് എടുത്തേ. നീ എടുക്കാം. അമ്പെടുക്കുക. അമ്പ് പിന്നെ ഞാൻ എടുത്തു തന്നെ. ഞാൻ എടുക്കാം. നേരെ നിൽക്കൂ. 5 വിരൽ പെരുവിരൽ മടക്കി 4 വിരൽ കൊണ്ട് ബാണമെടുത്ത് ഞാൻ തൊടുത്ത് വലിക്കൂ. ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കി. വിട്ടോട്ടെ ബാഹുബലി. ബാഹുബലിയോ? ഞാൻ കണ്ടായിരുന്നു സിനിമ. 10 സെക്കൻഡ് കണ്ടതാ. ഇവരെല്ലാ സിനിമയും കണ്ട് നമ്മുടെ 5 ഡയലോഗ് മുടിക്കാൻ വന്നേക്കും. എടാ നീ അങ്ങോട്ട് ലക്ഷ്യം നോക്കണം. നോക്കിയോ? നോക്കി. പ്രതീഷ് കിളിയെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. കിളിയുടെ എന്തെല്ലാം കാണുന്നു? കിളിയുടെ കാല് കാണുന്നു. ഓക്കെ. ചുണ്ട് കാണുന്നു. അതുപോലെ വാല് കാണുന്നു. പിന്നെ ചിറക് കാണുന്നു. എന്നാലും കണ്ണ് കണ്ണെന്ന് പറയാ വലിച്ചോണം കേട്ടോ. എടാ കിളിയുടെ കണ്ണ് കാണുന്നുണ്ടോ? കിളിയുടെ കണ്ണ് കാണുന്നുണ്ടോ എന്ന് കിളിയോട് ചോദിക്കണം. എന്നോട് ചോദിച്ചിരുന്ന കാര്യം എനിക്ക് വയ്യ. എനിക്ക് ചിരിക്കാത്ത കാര്യം പറ. എടാ നിന്റെ കണ്ണ് കൊണ്ട് കിളിയുടെ കണ്ണ് കാണുന്നുണ്ടോ? എന്റെ കണ്ണ് കൊണ്ട് എനിക്കല്ലേ കാണാൻ പറ്റുള്ളൂ. കിളിക്ക് എങ്ങനെ കാണാൻ പറ്റും? പറഞ്ഞു പറഞ്ഞാ മതി. എടാ നിനക്ക് 2 കണ്ണുണ്ടോ? ഉണ്ട്. കിളിക്ക് 2 കണ്ണുണ്ടോ? ഉണ്ട്. കിളിയുടെ കണ്ണ് കാണുമല്ലോ. അത് കിളിയോട് ചോദിക്കുപോയി. പല്ലിറുമാതെ പറ. എന്തോന്ന് നിന്റെ പൊന്നു പ്രതീക്ഷേ, നിനക്ക് കിളിയുടെ കണ്ണ് കാണാവോ? കാണാം. അവിടെ നിക്ക്. അനങ്ങല്ല കേട്ടോ. കിളിയുടെ കണ്ണ് ഇപ്പൊ നിനക്ക് കാണാം. ഇനി കണ്ണടച്ച് നോക്കൂ. ഇപ്പൊ എന്ത് കാണുന്നു? കൂറ്റിട്ട് എങ്ങും അന്ധകാരം. എടാ നാടകം നടാ. കുറ്റാക്കിട്ട് എങ്ങനെ ആണ്ട. 2 കണ്ണ് അടച്ചോ? എടാ ഒരു കണ്ണടച്ചിട്ട് ഒരു കണ്ണ് കൊണ്ട് നോക്കാം. എനിക്കൊരു വിഷയമുണ്ട്. ഒരു കണ്ണടച്ചാൽ മറ്റേ കണ്ണ് ഓട്ടോമാറ്റിക്കലി അടഞ്ഞു പോകും. ആണോ? ജന്മന ഉള്ളത്. എന്റെ പൊന്നു പ്രതീക്ഷ നിന്റെ കണ്ണട അത് പഠിക്കാൻ പറ്റത്തില്ല. ഞാൻ കത്ത് കഴിഞ്ഞിട്ട് എനിക്കിത് പഠിക്കാൻ പറ്റുള്ളൂ. നിങ്ങളല്ല പറഞ്ഞ എന്റെ കണ്ണടയാണ് പഠിക്കണം. വ്യക്തമായിട്ട് പറയൂ. നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത്? ഇവനെല്ലാം പറഞ്ഞു. എടാ നീ ഒരു കണ്ണടച്ചിട്ട് മറ്റേ കണ്ണുകൊണ്ട് കിളിയെ നോക്കും. അങ്ങനെ ഞാൻ നോക്കിയല്ല. പണ്ട് ഞാനൊരു 32 വയസ്സുള്ള ഒരു കിളിയെ മറ്റേ കണ്ണിലൂടെ നോക്കി. ഭയങ്കര വിഷയം. നീ ഒരു കോപ്പം മരിക്കണം. നീ പൊക്കോ. ഞാൻ ഈ പരിപാടി 1 മാസത്തേക്ക് നിർത്തി വെച്ചു. ഇവരെ പോലെ മണ്ടനെ പഠിപ്പിക്കാൻ എനിക്ക് പറ്റും. ഞാൻ അങ്ങനെ പറയരുത്. ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ചാവും. പറയണ ഒളിമ്പിക്സ് ഇവൻ എവിടെയെങ്കിലും പോയി ചാക്കാം. ഇങ്ങനെ പറഞ്ഞ എനിക്ക് ഒളിമ്പിക്സിൽ പോയി ഗോൾഡ് മേടിക്കണം. എന്തെങ്കിലും ചെയ്തിട്ടാ എനിക്ക് ഗോൾഡ് മെഡൽ മേടിക്കണം. ഞാൻ നോക്കിട്ട് ഇനി ഒളിമ്പിക്സിൽ നിനക്ക് മേലെ മേടിക്കാൻ ഒറ്റ വഴി ഞാൻ കാണുന്നുള്ളൂ. ഒളിമ്പിക്സിൽ 2 എണ്ണം കൂടി ഉൾപ്പെടുത്തണം. അത് ഏതൊക്കെ ഐറ്റാണ്? ഒന്ന് സുന്ദരിക്ക് പൊട്ടുതരി, ഒന്ന് കലം തല്ലി പൊട്ട്. ഈ 2 ഉൾപ്പെടുത്തിയാൽ നിനക്ക് മെഡൽ ഉറപ്പ്. പിന്നല്ലാതെ Kannan Devi Group presents West on Flowers Aka Ponnonakazha 2025.